ജയിച്ചാൽ പോര മോനെ, ജയിച്ചോണ്ടേ ഇരിക്കണം. അതെ, ബിഗ് ബോസ് സീസൺ 8 അതിൻ്റെ ടാഗ് ലൈനുമായിട്ട് ലാലേട്ടൻ്റെ പുതിയ പ്രൊമോ എത്തിയിരിക്കുകയാണ്. നീണ്ട ഒരു പ്രൊമോയാണ്. ഈ പ്രൊമോയ്ക്കകത്ത് രണ്ടുപേരും കൂടിയുണ്ട്. അതെ, നമ്മുടെ തുഞ്ചനും അതേപോലെ തന്നെ ശ്രീനാഥ് ഭാസിയുമാണുള്ളത്. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ശ്രീനാഥ് ഭാസി വരുമോ? അതോ നമുക്ക് അറിയില്ല കേട്ടോ, പറയാൻ പറ്റൂല. എന്നാലും നമ്മുടെ പ്രൊമോ എന്താണെന്ന് പറയാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ നമ്മൾ ഇന്നതാ ഇപ്പോൾ പറഞ്ഞ് ഞാൻ നാക്കെടുത്തതേ ഉള്ളൂ. എവിടെ പ്രൊമോ? ലാലേട്ടാ, നിങ്ങളെ ലാലേട്ടനെ കാണാനാണ് കാത്തിരിക്കുന്നത്. അഗ്നി പരീക്ഷയും വേണ്ട, ഒന്നും വേണ്ട, അതൊക്കെ നമ്മൾ കോമണേഴ്സിനെയൊക്കെ നമ്മൾ എൻട്രി ചെയ്തിട്ട് കണ്ടോളാം എന്നും പറഞ്ഞാണ് നമ്മുടെ പ്രേക്ഷകരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 6 കട്ട വെയിറ്റിംഗ് ആണ്. അഗ്നി പരീക്ഷയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഇത് മതി, അഗ്നി പരീക്ഷയൊക്കെ നിർത്തങ്ങോട്ട്, നമുക്ക് ബിഗ് ബോസ് കാണാം, എപ്പോൾ തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുൾ സ്പോൺസറിൻ്റെ ഇതും ടാഗ് ലൈനും ഒക്കെ ആയിട്ട് നമ്മുടെ ലാലേട്ടൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ഹിന്ദിയുടെയൊക്കെ ഓൾമോസ്റ്റ് കൺഫേംഡ് ലിസ്റ്റൊക്കെ ആൾക്കാരുടെ വന്നു കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇത് വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എവിടെ പ്രൊമോ, നമുക്ക് എന്തായാലും 2 ആഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ, എവിടെ നമ്മുടെ പ്രൊമോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് പ്രൊമോ വന്നു. ഒന്നുമില്ല, അധോലോകമാണ്. അധോലോകത്തിൽ ഇങ്ങനെ നമുക്ക് അധോലോകം എന്ന് വിചാരിക്കാം കേട്ടാ. ഞാൻ ഡോൺ എന്നാണ് അയാൾക്ക് പേര് കൊടുത്തേക്കുന്നത്. ഗുണ്ടകളുമായിട്ട് ഡോൺ നടന്നു വരികയാണ്. അതാ അവിടെ ഒരാളെ ഇരിക്കുന്നു, കസേരയിൽ ഇരിക്കുന്നു, മുഖം മൂടിയിട്ടിരിക്കുകയാണ്. ലാലേട്ടനാണ് മുണ്ടൊക്കെ കൊടുത്ത് മീശയൊക്കെ പിരിച്ച് അതിനകത്തിരിപ്പുണ്ട്. ആദ്യം കാണിക്കുന്നത് സാമം ചാപ്റ്റർ 1 ചർച്ചയ്ക്ക് വേണ്ടി വരികയാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ഫോർ എവറി ചോയ്സ് ദർ ഈസ് എ കോൺസിക്വൻസ്. മുഖംമൂടി ഊരുമ്പാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഡോൺ മുഖംമൂടി മാറ്റുന്നു, മീശ പിരിച്ച ലാലേട്ടൻ അവിടെ അതിരിക്കുകയാണ്. അപ്പം ഡോണിനെ നോക്കി അടുത്ത ഡയലോഗ്, ഫുൾ ഡയലോഗ്. അപ്പോൾ ലാലേട്ടൻ, ഓരോ ചതിക്കും വില കൊടുക്കേണ്ടി വരും. അപ്പോൾ തോക്കെടുക്കുന്നു, തോക്ക് ചൂണ്ടുന്നു. അപ്പോഴാണ് തുഞ്ചൻ്റെ എൻട്രി വരുന്നത്. അപ്പോൾ തുഞ്ചൻ, ക്യാപ്റ്റൻ, അപ്പോൾ ഡോണിനോട് സംസാരിക്കുകയാണ്, കുറേ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ, ഹേ മാൻ, ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ബാഗ് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ചാപ്റ്റർ 2 ദാനം പ്രതിഫലം. ബാഗ് തുറക്കുമ്പോൾ ഒരു ചെക്ക് കാണുന്നു. അപ്പോൾ ലാലേട്ടൻ, വേണ്ടത് എഴുതിയെടുത്തോണം, പക്ഷേ ഒരു മര്യാദയൊക്കെ വേണം കേട്ടാ, നമ്മുടെ കയ്യിൽ ഒതുക്കണമായിരിക്കണം എഴുതേണ്ടത്. ഹേ പച്ച, അഡ്വൈസ് പണ്ണുങ്ക എന്നൊക്കെ പറഞ്ഞിട്ട് തുഞ്ചനോട് അഡ്വൈസ് കൊടുക്കുന്നു. ആർക്ക്? ഡോണിന്. ചാപ്റ്റർ 3 ഭേദം, ഭിന്നിപ്പിക്കൽ. അപ്പോൾ ലാലേട്ടൻ, ഗണ്ണെടുക്കുന്നവൻ ഗണ്ണാലേ എന്ന നിങ്ങളുടെ വിധിയും മാറ്റണ്ടേ? ഡോൺ തിരിച്ചു വരുന്നു, തോക്ക് ചൂണ്ടുന്നു, തീർക്കാനാണ് തീരുമാനം എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു ഡോൺ. അപ്പം ബട്ട് നോക്കുമ്പോഴത്തേക്ക് ഉണ്ടയില്ല. അപ്പോൾ കൂടെ നിൽക്കുന്ന പെമ്പിള്ളേരൊക്കെ ചതിച്ച് കള്ള ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. ഉണ്ട എടുത്തത് മറ്റേ കൂടെയുള്ള ഡോണിൻ്റെ കൂടെയുള്ള സഹായികൾ തന്നെയാണ്. അപ്പോൾ ലാലേട്ടൻ, എന്താ മോനെ, എല്ലാവർക്കും കാണൂലേ തീരുമാനങ്ങൾ? അപ്പോൾ ബുള്ളറ്റ്സ് ലാലേട്ടൻ്റെ കയ്യിലാണുള്ളത്. അതൊക്കെ താഴെ ലാലേട്ടനാണ് എടുത്തത്. ബുള്ളറ്റ് താഴെ ഇടുന്നു. അപ്പോൾ പെൺകുട്ടി കെട്ടടിച്ചു കൊടുക്കുന്നു, ലാലേട്ടനെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ലാലേട്ടൻ കാലൊക്കെ ഇങ്ങനെ വിരിച്ചു വെച്ച് ഇങ്ങനെ ചാരിയൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും തോക്ക് ഡോണിന് നേരെ ചൂണ്ടുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടി പറയുന്നുണ്ട് ബാക്കിൽ നിന്ന്, ഫ്രം ഹീറോ ടു സീറോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ, ബ്യൂട്ടി ഓഫ് ഡെമോക്രസി എന്നൊക്കെ പറയുന്നുണ്ട്. ഫുൾ ഡയലോഗാണ് ഈ പ്രൊമോ. അപ്പോൾ ലാലേട്ടൻ, കണ്ടങ്ങിരിക്കും ജനങ്ങളെ. അപ്പോൾ തുഞ്ചൻ ബാക്കി കംപ്ലീറ്റ് ചെയ്യുന്നു. കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. ഇപ്പോൾ ഡോൺ, വിത്ത് എവരി ക്രൗൺ കംസ് വിത്ത് എ ക്രോസ്. അപ്പോൾ ലാലേട്ടൻ, കിരീടം ഉൾക്കിരീടമാകുമെന്ന് കിരീടം ഉൾക്കിരീടമാകുമെന്ന് കുട്ടൂസ, പൂജ്യങ്ങൾ കോളത്തിനകത്ത് നിൽക്കണേ. വീണ്ടും പറയാണ്, നിങ്ങൾക്ക് എഴുതിയെടുക്കാം ഇഷ്ടമുള്ള തുക. അപ്പം ഞാൻ ആലോചിക്കണം, ഇത് ഡയലോഗ് മാത്രമേ ഉള്ളൂ പ്രൊമോയ്ക്ക്. അപ്പോൾ ഡോൺ, ജയിച്ചെന്നാണോ പ്രതീക്ഷ? അപ്പോൾ ലാലേട്ടൻ, ഒരു പ്രതീക്ഷയുമില്ല, നമ്മളിത് ചെയ്തു കഴിഞ്ഞു. പക്ഷേ ചോദിച്ചത് കൊണ്ട് പറയാം, ജയിക്കാനല്ല ജയിച്ചുകൊണ്ടിരിക്കാനാണ് നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങിയത് എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പോൾ ഡോൺ, സാമം ദാനം ഭേദം 3 ചാണക്യതന്ത്രവും പോരാതെ വരും. അപ്പോൾ ലാലേട്ടൻ എണീക്കുന്നു. അപ്പോൾ ദണ്ഡം എടുക്കണം. അപ്പം കൈ ഇങ്ങനെയൊക്കെ ഇതാക്കി വെക്കുന്നു. വാച്ച് അഴിക്കാം, വേണ്ട, അയങ്ങി അവിടെ ഇരിക്കട്ടെ. മീശ പിരിച്ചു, മുണ്ട് മടക്കി. ഒരു പരിപാടിയുണ്ട്, എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ശിക്ഷ, ദണ്ഡം. പക്ഷേ പ്ലീസ് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം എന്ന് നമ്മളോട് പറയാണ്. ഞാനത് പിന്തുണയ്ക്കുന്നില്ലെന്ന് ലാലേട്ടൻ പറയുന്നു, അതായത് ദണ്ഡം. അപ്പോൾ എന്നിട്ട് മറ്റുള്ളവരൊക്കെ മാറിക്കൊടുക്കുന്നു. ലാലേട്ടൻ നടന്നു പോകുന്നു. അപ്പോൾ എല്ലാവരും തോക്ക് നേരെ ഡോണിന് നേരെ ചൂണ്ടുന്നു. നോക്കുമ്പോൾ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് നമ്മുടെ ശ്രീനാഥ് ഭാസി കയറി വരുന്നു, കയ്യിൽ താലവുമായിട്ട്. നീ എവിടെ നിന്ന് വന്നു വൈൽഡ് കാർഡ് എൻട്രിയാ എന്ന് ലാലേട്ടൻ ചോദിക്കുകയാണ്. ശ്രീനാഥ് ഭാസി, ക്ലൈമാക്സ് അല്ലേ, കുറച്ച് സ്വാഗ് ഇരുന്നോട്ടെ. അതിനെ അതിനകത്ത് ഗ്ലാസ് എടുത്ത് ലാലേട്ടൻ ഇങ്ങനെ വെക്കുന്നു. എന്നിട്ട് ഒരു നടത്തമുണ്ട്, ജയിക്കണം, ജയിച്ചുകൊണ്ടേയിരിക്കണം, കുറച്ച് ചാണക്യതന്ത്രവുമായി. സി യു ഇൻ ബിഗ് ബോസ് സീസൺ 8 24/7 ജിയോ ഹോട്ട്സ്റ്റാർ ആൻഡ് ഓൺ ഏഷ്യാനെറ്റ്. എന്നിട്ട് സ്പോൺസേഴ്സിനെയൊക്കെ ഒഫീഷ്യൽ സ്പോൺസേഴ്സിനെയൊക്കെ എഴുതി കാണിക്കുന്നു. ടൈം കാണിച്ചിട്ടില്ല.
ബിഗ് ബോസ് സീസൺ 8 ജയിച്ചാൽ പോരാ മോനെ, ജയിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഈ സീസൺ 8ന്റെ ടാഗ് ലൈൻ. ദൈവമേ, നല്ലതായാൽ മതിയായിരുന്നു. നല്ല കണ്ടന്റുള്ള നല്ല ഗെയിം കളിക്കുന്ന മത്സരാർത്ഥികൾ വന്നാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഇതാണ് ഇത്രയും വലിയ ഡയലോഗുകൾക്കിടയിൽ അവസാനം ഒരു ടാഗ് ലൈനുമായിട്ടാണ് ലാലേട്ടൻ വന്നേക്കുന്നത്. ശ്രീനാഥ് ഭാസിയൊക്കെ കുറേ അങ്ങനെ നമ്മുടെ അതിൽ ഇങ്ങനെ വരലില്ലല്ലോ കൂടുതൽ. എന്താ പറയണ്ടേ, ബിഗ് ബോസിൻ്റെ പ്രൊമോയിലൊന്നും അധികം വേറെ ആൾക്കാരൊന്നും വരലില്ലോ. സോ എനിക്കൊന്നും വേറെ ഇങ്ങനെ വരലില്ല അല്ലേ, ആദ്യമായിട്ടല്ലേ. എന്തായിരുന്നാലും എനിക്ക് സീസൺ 1 എന്തോ വന്നിരുന്നു എന്ന്. എന്തായാലും ശ്രീനാഥ് ഭാസി, തുഞ്ചനൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇവരൊക്കെ തന്നെയാണോ ഉണ്ടാവുക അതിനകത്ത്, അതൊക്കെ പറയാൻ പറ്റൂല. കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ടോ രതീഷ് ഉണ്ടാ അതിൻ്റെ പാട്ടുമായിട്ട് വന്നിട്ട് അവസാനം ബിഗ് ബോസിനകത്ത് കയറിയത്? ഒന്നും പറയാൻ പറ്റൂലെന്നേ, അതെ അല്ലേ. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ പ്രൊമോ? ഇഷ്ടപ്പെട്ടോ? അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.